Hi guys, welcome back to my drama explainer. ജോങ്ങുവിന്റെ നേരെ കാറ് വരുന്നത് കാണിച്ചുകൊണ്ടാണ് മൂന്നാമത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. തന്റെ ഗേൾഫ്രണ്ടിന് സംഭവിച്ച ഇൻസിഡന്റ് ഓർമ്മ വരുന്നത് കൊണ്ട് തന്നെ കാർ ഇടിക്കാൻ വരുന്നത് കണ്ടിട്ടും ഒരു അടി പോലും അനങ്ങാൻ കഴിയാതെ ഫ്രീസായി നിൽക്കുവാണ് ജോങ്ങു. എങ്കിലും അവൻ അപകടമൊന്നും സംഭവിക്കുന്നില്ല. അതിനു മുന്നേ മിന്യൊക്കെ വന്ന് ആ കാറിനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. സോ അത് തിരിച്ചു പോകുന്നു. ആ കാറ് നോക്കി ഇതിപ്പാരായിരിക്കും എന്ന് ചിന്തിച്ചതിന് ശേഷമാണ് ജോങ്ങുവിനെ കുറിച്ച് അവക്ക് ഓർമ്മ വരുന്നത്. അവനാണെങ്കിൽ ആകെ പേടിച്ചു പോയിട്ടുണ്ട്. തളർന്നുകൊണ്ട് നിലത്തിരിക്കുവാണ് ചെയ്യുന്നത്. മിന്യൊക്കെ അവനോട് നീ ഓക്കെ ആണോ, എഴുന്നേക്കാൻ പറ്റുമോ എന്ന് നോക്കിയേ എന്ന് പറയുന്നുണ്ട്. എന്നാ അവനതിന് സാധിക്കുന്നില്ല. സോ അവൾ അവനെ പിടിച്ചെഴുന്നേൽക്കാൻ വേണ്ടി അവന് നേരെ തന്റെ കൈ നീട്ടുവാണ്. അത് കാണുന്ന ജോങ്ങുവിന് ഓർമ്മ വരുന്നതാണെങ്കിലോ അവന്റെ ഗേൾ ഫ്രണ്ടിനെയോ ആണ്. കുറച്ചു സമയം മിന്യുക്കിന്റെ കൈ നോക്കി പാസ്റ്റിൽ സംഭവിച്ച പല കാര്യങ്ങളും ഓർത്ത് ജോങ്ങു അവിടെ തന്നെ ഇരുന്നു പോകുവാണ്. എങ്കിലും അവൻ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നു. അവൻ സേഫ് ആയിട്ട് എത്തിയോ എന്ന് അറിയാൻ വേണ്ടി മിന്യുക്ക് ഇപ്പൊ അവന് കോൾ ചെയ്ത് നോക്കുന്നുണ്ട്. ഇത് എന്ത് സംഭവിച്ചത്, ആ കാർ എങ്ങനെയാ പെട്ടെന്ന് എന്റെ നേരെ വന്നേ എന്ന് ജോങ്ങു ചോദിക്കുന്നു. ഞാൻ കുറച്ചു മുന്നേ ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് നിന്റെ പുറകെ കാറും ചേസ് ചെയ്തുകൊണ്ട് പോകുന്നത് ഞാൻ കണ്ടേ. കാറിന്റെ നമ്പർ പ്ലേറ്റ് നോക്കിയ സമയത്ത് മോഷണം പോയതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുവാണ്. വേണമെന്ന് കരുതി ചെയ്തതാണോ അല്ലെങ്കിൽ തെറ്റിദ്ധാരണയാണോ എന്നൊന്നും പറയാറായിട്ടില്ല എന്ന് മിന്യൊക്കെ പറയുന്നു. ജോങ്ങുവിനെ ഇടിക്കാൻ പോയ കാർ ഉണ്ടായിരുന്നല്ലോ, അത് ഓണറിന് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്നും ഒന്നും മോഷണം പോയിട്ടില്ല താനും. ആ കാർ ഡ്രൈവ് ചെയ്തിരുന്ന വ്യക്തി മാസ്ക് ഇട്ടിട്ടുണ്ടായിരുന്നതും ജോങ്ങു ഡ്രിങ്ക്സ് വാങ്ങി വരുന്നത് വരെ അവനെ വെയിറ്റ് ചെയ്ത് നിന്നതും അതിനുശേഷം വേണമെന്ന് കരുതി അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചതും ഒക്കെ അവരെ ഫോളോ ചെയ്ത സമയത്ത് മിന്യൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്ന കാര്യങ്ങളായിരുന്നു. ആ കാറിന്റെ ഡാഷ് ക്യാമ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് മാസ്ക് ഇട്ട വ്യക്തിയും അതിൽ കുടുങ്ങിയിട്ടുണ്ട്. അത് നോക്കിക്കൊണ്ട് കങ്ങു ഇനി ഇയാളെങ്ങാനായിരിക്കോ മിസ്റ്റർ നമ്മിന്റെ കേസിലെ പ്രതി എന്ന് സംശയത്തോടെ ചോദിക്കുന്നു. മിന്യൊക്കിന് അത് ഉറപ്പിച്ചു പറയാൻ സാധിക്കുന്നില്ല. എന്നാലും ആ സംശയം അവക്കും ഉണ്ട്. അടുത്തതായി ഒരു കൊറിയൻ ബ്യൂട്ടി കോൺടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുവാണ്. ആ കോൺടെസ്റ്റിൽ പങ്കെടുക്കുന്ന മോഡലിന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുവാണ് ഇപ്പോൾ. ആള് ഫൈനലിസ്റ്റ് ആണ്. ഫൈനലിസ്റ്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഭംഗിയുള്ള ചിരിയുള്ളത് നിനക്കാണ് എന്ന് ക്യാമറാമാൻ പറയുന്നത് കൊണ്ട് തന്നെ അവൾ ഒരുപാട് ഹാപ്പിയാണ്. എന്നാൽ ബാക്കി മോഡൽസിനൊക്കെ അത് കാണുമ്പോൾ ദേഷ്യമാണ് വരുന്നത്. തന്റെ ഫോട്ടോ അവൾ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്ന സമയത്തും കഴിഞ്ഞ തവണ ജേഷ് മോഡൽ ഏജൻസിയിൽ നിന്നും അവൾ ഫയർ ചെയ്തതായിരുന്നു. കാണാൻ കൊള്ളാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം, അവളുടെ പേഴ്സണൽ ലൈഫ് തീരെ ശരിയില്ല എന്നൊക്കെ പറഞ്ഞ് മറ്റു പാർട്ടിസിപ്പൻസ് അവളെ കുറ്റം പറയുന്നത് അവൾ കേൾക്കുന്നുണ്ട്. എങ്കിലും അവൾ അതൊന്നും കാര്യമാക്കുന്നില്ല. തന്റെ ബോയ് ഫ്രണ്ടിനും കോൾ ചെയ്ത് വർക്ക് കഴിഞ്ഞ് തിരിച്ചു വരുന്നു. ഈ സമയത്ത് അവളുടെ മുന്നിലേക്ക് ഒരു ലേഡി വരുന്നു. എന്തു പറ്റി, നിങ്ങൾക്ക് എന്താ വേണ്ടേ എന്ന് അവള് ചോദിക്കുന്നുണ്ട്. എന്നാൽ ലേഡി അവളെ നോക്കി നിൽക്കുവാണ് ചെയ്യുന്നത്. പിന്നീട് ആ ലേഡി കയ്യിലുണ്ടായിരുന്ന ആസിഡ് ആ മോഡലിന്റെ മുഖത്തേക്ക് ഒഴിച്ചതും മോഡല് വേദന കൊണ്ട് അലറി കരഞ്ഞതും ലേഡിയെ പോലീസ് അറസ്റ്റ് ചെയ്തതും ഇതൊരു ന്യൂസ് ആയതും എല്ലാം പെട്ടെന്നായിരുന്നു. കങ്ങോ ആണ് അവരെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. കങ്ങോ, നിങ്ങൾ എന്തിനാ പാർക്കിലേക്ക് പോയേ, എന്തിനാ ഇതുപോലൊരു കാര്യം ചെയ്തേ എന്ന് ചോദിക്കുന്നു. ലേഡി, ഞാൻ ജോലി ചെയ്യുന്ന വീട്ടിലെ മാഡം ഇനി മുതൽ എന്നോട് ജോലിക്ക് വരണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ പാർക്കിലൂടെ നടന്നു എന്ന് കൂളായി പറയുന്നു. അവൻ ലാപ്പിലെ CCTV ഫുട്ടേജ് കാണിച്ചു കൊടുത്ത് നിങ്ങൾ 30 മിനിറ്റോളം പാർക്കിലെ ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്ത് ഈ മോഡലിനെ നോക്കി നിന്നതിന് തെളിവുണ്ട്, എന്തിനായിരുന്നു അവർ ഫോളോ ചെയ്തത് എന്ന് ചോദിക്കുന്നു. ലേഡി ലാപ്പിലേക്ക് നോക്കിക്കൊണ്ട് ഈ കൊച്ചിനെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ, ഇതാരാ, എനിക്ക് മനസ്സിലായില്ല, അതുകൊണ്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത് എന്ന് തിരിച്ചു ചോദിക്കുവാണ് ചെയ്യുന്നത്. ഇത് കേട്ട് അവനും കൺഫ്യൂസ്ഡ് ആവുകയാണ്. ഇതേ സമയം ഹോസ്പിറ്റലിലെ ജോങ്ങുവിന്റെ അടുത്തേക്ക് മിസ്റ്റർ നമ്മിന്റെ മകൾ വരുന്നു. ആ ഗേള് വന്ന പാടെ എന്റെ അച്ഛനെ കൊന്നതാരാ, ഇന്നലെ എന്റെ വീട്ടിലേക്ക് വന്ന ഡിറ്റക്റ്റീവ്സ് പരസ്പരം സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഡോക്ടറോട് വൈരാഗ്യമുള്ള ആരോ ആണ് എന്റെ അച്ഛനെ കൊന്നത്. അച്ഛൻ മരിച്ചെന്ന് അച്ഛനെ കാണാൻ വേണ്ടി ബ്ലാക്ക് മാസ്ക് ഒക്കെ ഇട്ട് ആരോ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് അവര് പറഞ്ഞത്. അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന കാറിന്റെ ഡാഷ് ക്യാമിന്ന് അയാളുടെ രൂപം ഞാൻ കണ്ടതുമാണ്. എന്റെ അച്ഛനെ കൊന്നതാരാ എന്ന് ചോദിക്കുന്നത് കേട്ട് ജോങ്ങു എന്തൊക്കെയോ ആലോചിക്കുകയും ചെയ്യുന്നുണ്ട്. അവൻ പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരികയും ചെയ്യുന്നുണ്ട്. അവിടെ വെച്ച് മിന്യൊക്കിനെ മീറ്റ് ചെയ്യുന്നു. നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുന്ന മിന്യൊക്കിനോട് ഇന്നലെ എന്നോട് കാർ ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ എവിടെ വരെ ആയി, അതും മിസ്റ്റർ നമ്മിന്റെ കേസും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, മിസ്റ്റർ നമ്മിന് സംഭവിച്ചത് കൊലപാതകമാണോ അതോ സൂയിസൈഡ് ആണോ എന്നാണ് അവൻ ചോദിക്കുന്നത്. അവൾ ആദ്യം ഒന്ന് ഷോക്കായെങ്കിലും ഇതുപോലെ പബ്ലിക്കായ ഒരു സ്ഥലത്ത് വെച്ച് കേസ് ഇൻവെസ്റ്റിഗേഷന്റെ കാര്യം സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നീ അകത്തേക്ക് വാ, നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞ് പ്രൈവറ്റായി സംസാരിക്കാൻ വേണ്ടി ജോങ്ങുവിനെ വിളിച്ചുകൊണ്ട് വരുന്നു. മിസ്റ്റർ നമ്മിന്റെ കേസ് കൊലപാതകമാണോ അതോ സൂയിസൈഡ് ആണോ എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റിയിട്ടില്ല, ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നേ ഉള്ളൂ. പിന്നെ ഇന്നലെ നിന്നെ ചേസ് ചെയ്ത ആളും മിസ്റ്റർ നമ്മിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് വന്ന ആളും ഒരാൾ തന്നെയാണോന്ന് കൺഫേം ചെയ്യാനും പറ്റിയിട്ടില്ല എന്ന് അവള് പറയുന്നു. കൂടെ തന്നെ ഒരുപാട് ആലോചിച്ച് നിന്നോട് ആർക്കെങ്കിലും വൈരാഗ്യം ഉണ്ടോ എന്നും അവള് ചോദിക്കുന്നുണ്ട്. ആർക്കും വൈരാഗ്യമൊന്നും ഇല്ല എന്നാണ് ജോങ്ങു റിപ്ലൈ കൊടുക്കുന്നത്. മിസ്റ്റർ നമ്മിന്റെ ഒരു കൊലപാതകമാണെങ്കിൽ അതിനർത്ഥം ആരോ ജോങ്ങുവിനെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ മിന്യൊക്കെ അവനോട് നിനക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ഏർപ്പാടാക്കണോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാ പ്രൊട്ടക്ഷന്റെ ആവശ്യമൊന്നുമില്ല, ഈ കേസിനെ കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞാൽ എന്നെ അറിയിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് പോകുകയാണ് ചെയ്യുന്നത്. അവനോട് ഓക്കെ പറഞ്ഞ മിന്യൊക്കെ ആണെങ്കിൽ എന്നാൽ ഇവൻ എങ്ങനെയാ ഈ കൊലപാതകത്തിന്റെ കാര്യമൊക്കെ അറിഞ്ഞേ എന്ന് അവളോട് തന്നെ ചോദിക്കുന്നുണ്ട്. തിരിച്ചു വരാൻ കാറിലേക്ക് കയറി സീറ്റ് ബെൽറ്റ് ഇടുന്ന സമയത്തും അവൻ ആലോചിക്കുന്നത് നിന്നോട് ആർക്കെങ്കിലും വൈരാഗ്യം ഉണ്ടോ എന്ന് മിന്യൊക്കെ ചോദിച്ചതാണ്. അങ്ങനെ വരാൻ വഴിയൊന്നുമില്ല, എന്നോട് ഇപ്പൊ ആർക്ക് വൈരാഗ്യം തോന്നാനാ എന്ന് ചിന്തിച്ച് ജോങ്ങു നോക്കുന്നത് 2 പോലീസുകാർ ഒരു പ്രതിയെ പിടിച്ചുകൊണ്ട് വരുന്നതാണ്. അത് കാണുന്നതും ഒരു ഞെട്ടലോട് അവൻ തന്നെ ഫ്ലാഷ് ബാക്ക് ആലോചിക്കുവാണ്. കൊലപാതകയും ലഹരി മരുന്നിന് അടിമയോ ആയ ഒരു പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്.
ജൊങ്ങു നേരെ ആ പ്രതിയുടെ അടുത്തേക്ക് പോയി ദേഷ്യത്തോടെ കോളർ പിടിച്ച് നീ എന്തിനാ അത് ചെയ്തേ എന്ന് അലറിക്കൊണ്ട് ചോദിക്കുന്നു. പോലീസ് അവനെ പിടിച്ചു മാറ്റാൻ നോക്കുന്നുണ്ട്. ഇതിനിടയിൽ ജൊങ്ങു പ്രതിയുടെ മാസ്ക് കഴിക്കുന്നു. ആ ചാൻസ് റിപ്പോർട്ടേഴ്സ് മിസ് ചെയ്യുമോ? അവര് നല്ല വ്യക്തമായിട്ട് പ്രതിയുടെ ഫോട്ടോ എടുക്കുകയും ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും നിന്നോട് വൈരാഗ്യം ഉണ്ടോ എന്ന മിന്യൂക്കിന്റെ ചോദ്യത്തിന് ജൊങ്ങുവിന് കിട്ടുന്ന ഉത്തരവാണ് ഈ ഫ്ലാഷ് ബാക്ക്. ഇവിടെ ഹോസ്പിറ്റലിൽ ജൊങ്ങുവിന്റെ അമ്മ ഡയറക്ടറോട് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. ക്രൈം വിക്ടിംസിനെ ജൊങ്ങു ട്രീറ്റ് ചെയ്യുന്നതാണ് വിഷയം. ഇതുപോലുള്ള കേസ്, അതായത് ക്രൈം വിക്ടിംസിന്റെ കേസ് ജൊങ്ങു ഹാൻഡിൽ ചെയ്യുന്നത് അമ്മയ്ക്ക് തീരെ താല്പര്യമില്ലാത്ത കാര്യമാണ്. അത് ഡയറക്ടറുടെ ഐഡിയ ആയിരുന്നല്ലോ, അതുകൊണ്ടാണ് ഡയറക്ടറോട് സംസാരിക്കുന്നത്. ഡയറക്ടർ അവന്റെ പ്രശ്നത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വേറെ ഒരു വഴിയും ഞാൻ കണ്ടില്ല, അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വന്നത്. പിന്നെ ജയിലിലേക്ക് വോളണ്ടിയർ ആയി പോയി പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്ന നിനക്ക് സ്വന്തം മകൻ ക്രൈം വിക്ടിംസിനെ ട്രീറ്റ് ചെയ്യുന്നത് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ അത് മോശമാണ് കേട്ടോ എന്ന് പറയുന്നു. ഇത് കേട്ടിട്ടും അമ്മ ഡയറക്ടറുടെ തീരുമാനത്തെ എതിർക്കുകയാണ് ചെയ്യുന്നത്. സോ ഡയറക്ടർ, അവൻ എങ്ങനെയാ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യാറുള്ളതെന്ന് നിനക്കറിയോ? അവന് ഇമോഷൻസ് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. അവന് സംഭവിച്ചത് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത്ര പെട്ടെന്ന് ഇതെല്ലാം മറന്ന് മുന്നോട്ട് പോകാൻ അവനെ കൊണ്ട് സാധിക്കില്ല എന്നും എനിക്കറിയാം. സോ പേഷ്യൻസിനോട് അവന് കുറച്ചെങ്കിലും എമ്പതി തോന്നാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലൊരു കാര്യം ചെയ്തത് എന്ന് പറയുന്നു. തന്റെ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചെത്തിയതിനു ശേഷം ആത്മഹത്യാക്കുറിപ്പിൽ പേരെഴുതി വെച്ച് മരിച്ച മിസ്റ്റർ നമ്മിനെ കുറിച്ച് അമ്മ അന്വേഷിക്കുന്നുണ്ട്. ഈ ഇൻസിഡന്റ് ഒക്കെ നടക്കുന്നതിന് കുറച്ച് മുന്നെയാണ് അയാൾ ജയിലിൽ നിന്ന് റിലീസായത്. ആ ജയിലിലേക്ക് വോളണ്ടിയർ ആയിക്കൊണ്ട് ജൊങ്ങുവിന്റെ അമ്മ പോവുകയും ചെയ്തതായിരുന്നു. ഇവിടെ ഒരു സർജറി കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന ജൊങ്ങുവിന് ഹെഡ് നഴ്സ് ഒരു മെഡിക്കൽ റിപ്പോർട്ട് കാണിച്ചു കൊടുക്കുവാണ്. ആസിഡ് അറ്റാക്കിന് ഇരയായിട്ടുണ്ടായിരുന്ന ആ മോഡലില്ലേ, ആ മോഡലിന്റെ മെഡിക്കൽ റിപ്പോർട്ടാണ് കാണിച്ചു കൊടുക്കുന്നത്. കാരണം ഇതിനു മുന്നേ ജൊങ്ങു ആയിരുന്നു മോഡലിന്റെ കവളിൽ ഇംപ്ലാന്റ്സ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ സർജറി ചെയ്ത കവളിന്റെ ഭാഗത്തായിട്ടാണ് പൊള്ളലേറ്റിരിക്കുന്നത്. അങ്ങനെയാണ് മോഡൽ ഇപ്പൊ ജൊങ്ങുവിന്റെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. ചെക്ക് ചെയ്ത് നോക്കിയ ശേഷം അവൻ ഇപ്പൊ പ്രശ്നമൊന്നും ഇല്ലെങ്കിലും പിന്നീട് ഇൻഫെക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഇംപ്ലാന്റ്സ് റിമൂവ് ചെയ്യാൻ തീരുമാനിച്ച വിവരം മോഡലിനോട് പറയുന്നു. മോഡല്, അങ്ങനെയാണെങ്കിൽ എന്റെ ഈ പാടില്ലാതാകുമോ? എന്റെ ഫൈനൽ ഓഡിഷൻ വരാൻ പോകുവാണ്. ഇവിടെ വരെ എത്താനായിട്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒത്തിരി സഹിച്ചിട്ടുണ്ട്. അതെല്ലാം ഇതുപോലെ വെറുതെ ആയി പോകുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നു. ആദ്യം കരച്ചിൽ നിർത്ത് എന്നാണ് ജൊങ്ങു അതിന് ഉത്തരം കൊടുക്കുന്നത്. മിന്യൂക്കിന് അവൻ പറഞ്ഞത് തീരെ ഇഷ്ടാവുന്നില്ല. അവൾ അവനോട് അതെ ഇതൊരു ക്രൈം വിക്ടിമാണ്, അതുകൊണ്ട് അവരോട് കരയാൻ പറ്റില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്ന് പറയുന്നു. ജൊങ്ങു, കരഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഇൻഫെക്ഷൻ ആവും, അത് മാറാനായിട്ട് ഒരുപാട് ടൈം എടുക്കുകയും ചെയ്യും എന്ന് പറയുമ്പോഴാണ് ഒന്നും അറിയാത്തത് അവനല്ല എനിക്കാണ് എന്ന കാര്യം മിന്യൂക്കിന് മനസ്സിലാവുന്നത്. സോ അവള് വായടച്ച് മിണ്ടാണ്ടിരിക്കുന്നു. ജൊങ്ങു മോഡലിനോട് ട്രീറ്റ്മെന്റിന് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് ഡെയിലി വരാൻ പറഞ്ഞു പോകുന്നതും മോഡല്, എന്നെ ഇവിടെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ലേ, വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കാണ്, എന്നെ നോക്കാനായിട്ട് ആരും ഉണ്ടാവില്ല, പിന്നെ എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടിയാണ് എന്ന് സാഡായി പറയുന്നു. മിന്യൂക്കും അവനോട് നീയല്ല ക്രൈം വിക്ടിംസിനെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ, ഡെയിലി വന്നു പോകുന്നതിലും നല്ലത് ഇവിടെ അഡ്മിറ്റ് ചെയ്യുന്നത് തന്നെയല്ലേ എന്ന് ചോദിക്കുന്നു. ജൊങ്ങു, അഡ്മിറ്റ് ചെയ്യുന്നതും സർജറിയുടെ ഡേറ്റ് ഫിക്സ് ചെയ്യുന്നതൊന്നും എന്റെ കയ്യിലല്ല എന്ന് റിപ്ലൈ കൊടുക്കുന്നു. പിന്നെ ആരുടെ കയ്യിലാണെന്നറിയോ? ഡയറക്ടറുടെ കയ്യിലാണ്. ഈ അഡ്മിറ്റിന് ഡയറക്ടർ സമ്മതിക്കില്ലായിരിക്കും എന്നാണ് ജൊങ്ങു വിചാരിച്ചിരുന്നത്. എന്നാൽ ഹോസ്പിറ്റലിന്റെ റേറ്റിംഗ് കൂടുന്ന കാര്യം ആയതുകൊണ്ട് തന്നെ ചാടി എഴുന്നേറ്റ് ഡയറക്ടർ അതിന് ഓക്കെ പറയുവാണ് ചെയ്യുന്നത്. സംഭവം ഒരുപാട് ഉത്സാഹത്തോടെ അഡ്മിറ്റ് ചെയ്യാനൊക്കെ സമ്മതിച്ചെങ്കിലും ഇതാണ് ജൊങ്ങു ട്രീറ്റ് ചെയ്യാൻ പോകുന്ന അവസാനത്തെ ക്രൈം വിക്ടിം എന്ന കാര്യം ഡയറക്ടറിന് നിരാശയാണ് കൊടുക്കുന്നത്. പോലീസുമായിട്ടുള്ള കോൺട്രാക്ട് അവസാനിക്കാറാവുകയും ചെയ്തു. ജൊങ്ങുവിനാണെങ്കിൽ സിമ്പതി എമ്പതി ഒന്നും കൂടുകയും ചെയ്തിട്ടില്ല എന്നതാണ് ആ നിരാശയ്ക്ക് കാരണം. ഇവിടെ പോലീസ് സ്റ്റേഷനിൽ മിന്യൂക്കും കങ്ങോയും ഇൻവെസ്റ്റിഗേഷന്റെ പുറകെയാണ്. മോഡലിനെ അറ്റാക്ക് ചെയ്ത ലേഡിയില്ലേ, ആ ലേഡി യാതൊരു പ്രകോപനവും കൂടാതെയാണ് മോഡലിന്റെ മുഖത്തേക്ക് ആസിഡ് ഒഴിച്ചിരിക്കുന്നത്. ഒരു കാരണവും ഇല്ലാതെയാണ് ഇതുപോലെ ആക്ട് ചെയ്തിരിക്കുന്നത് എന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ അവർ പലതവണ CCTV ഫുട്ടേജ് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഒരുപാട് പേരോട് ഈ ലേഡിയെ കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒരു കാരണവും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. സോ മിന്യൂക്ക് വീണ്ടും അവരെ ക്വസ്റ്റ്യൻ ചെയ്യുവാണ്. ഇതിനു മുന്നേ ചോദ്യം ചെയ്തപ്പോഴൊന്നും ഞാൻ ഈ നാട്ടുകാരിയെ അല്ല എന്ന ഭാവത്തിൽ ഇരുന്നിരുന്ന ലേഡി എന്റെ ഭർത്താവിന് അവളുമായിട്ട് അഫയർ ഉണ്ട്, എന്നെ കാണാൻ കൊള്ളില്ല, എന്ന അവളെ കാണാൻ നല്ല ഭംഗിയുണ്ട്, അതുകൊണ്ടാണ് എന്റെ ഭർത്താവ് അവളുടെ കൂടെ പോയെ, അവൾ കാണുന്നത് പോലെയൊന്നുമല്ല, വൃത്തികെട്ടവളാ എന്ന് ദേഷ്യത്തോടെ അലറിക്കൊണ്ട് പറയുന്നു. ഈ ദേഷ്യത്തിലാണ് ആസിഡ് അറ്റാക്ക് ചെയ്തത് എന്നാണ് ആ ലേഡി പറയുന്നത്. എന്നാൽ മോഡലിനോട് ഇതുപോലൊരു അഫയർ ഉണ്ടോ എന്ന കാര്യം മിന്യൂക്ക് ചോദിക്കുന്ന സമയത്ത് ഞാൻ ഇന്നേ വരെ അങ്ങനെ ഒരു വ്യക്തിയെ കണ്ടിട്ട് പോലുമില്ല എന്നാണ് റിപ്ലൈ കൊടുക്കുന്നത്. അതായത് ലേഡി പറഞ്ഞ കാര്യങ്ങളെല്ലാം കള്ളമാണെന്നാണ് മോഡൽ പറയുന്നത്. സോ ഇനി അടുത്ത ടാസ്ക് എന്താ, ലേഡിയുടെ ഹസ്ബൻഡിനെ കണ്ട് സംസാരിക്കലാണ്. മിന്യൂക്ക് മോഡലിന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്ത് തനിക്ക് ഈ ഗേളുമായിട്ടാണോ അഫയർ ഉള്ളത് എന്ന് ചോദിക്കുന്നു. അയാളാണേൽ ആ ഫോട്ടോ നോക്കി ഇതുപോലൊരു ഗേളുമായിട്ടൊക്കെയാണ് അഫയർ ഉള്ളതെങ്കിൽ ഞാൻ വേറെ വല്ലവരുടെയും പുറകെ നടക്കുന്നു തോന്നുന്നുണ്ടോ? ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്ന എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. എന്നാ അവൾ ഒരു പരിചയവും ഇല്ലാത്ത ഒരാളുടെ മുഖത്തേക്ക് പോയി ആസിഡ് ഒഴിക്കുന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. മിന്യൂക്ക്, അപ്പൊ നിങ്ങളുടെ ഭാര്യയ്ക്ക് ആള് മാറിപ്പോയതാണ് എന്നാണോ പറഞ്ഞു വരുന്നേ എന്ന് ചോദിക്കുന്നു. പിന്നല്ലാതെ എനിക്ക് ആരുമായിട്ടാണ് അഫയർ ഉള്ളതെന്നൊക്കെ അവക്ക് നന്നായിട്ട് അറിയാം. കാരണം എന്റെ ഭാര്യ ഞാനുമായിട്ട് അഫയർ ഉള്ള ആളുടെ പുറകെ ഒത്തിരി ഫോളോ ചെയ്ത് നടന്നിട്ടുണ്ട്. പിന്നെ ആള് മാറിപ്പോയതാണോന്നൊക്കെ ചോദിച്ചാൽ അവള് ഡിപ്രഷന് മെഡിസിൻ കഴിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇനി അത് കാരണം
രക്ഷപ്പെടാനാണോ ആള് മാറി മറ്റൊരാളുടെ മുഖത്തേക്ക് ആസിഡ് ഒഴിച്ചത് എന്നൊന്നും എനിക്കറിയില്ല എന്നാണ് അയാൾ പറയുന്നത്. മിന്യുക്ക് എന്നിട്ട് തന്റെ ഭാര്യയുടെ മെഡിക്കൽ റെക്കോർഡ്സ് ഒന്നും ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ എന്ന് ചോദിക്കുന്നു. അവൾ അതിന് അവളുടെ പേരൊന്നും ആയിരിക്കില്ല ഉപയോഗിച്ചിട്ടുണ്ടാവുക. മാനസിക രോഗം ഉള്ള ഒരാളാണെങ്കിൽ അത് ഡിവോഴ്സിനെ ബാധിക്കുമല്ലോ. സോ അവൾ വല്ല കള്ളപ്പേരിലും ആയിരിക്കും ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടുണ്ടാവുക എന്ന് അയാൾ അതിന് റിപ്ലൈ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. മോഡൽ ഒരു പബ്ലിക് ഫിഗർ ആയതുകൊണ്ടും വ്യൂവേഴ്സും ലൈക്കും ഒരുപാട് കിട്ടും എന്നുള്ളത് കൊണ്ടും യൂട്യൂബേഴ്സും മറ്റ് ഇൻഫ്ലുവൻസേഴ്സും അവളെ മോശമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. അതെല്ലാം കണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവളുടെ ബോയ് ഫ്രണ്ട് അങ്ങോട്ടേക്ക് വരുന്നത്. ഇതുപോലൊരു സാഹചര്യത്തിൽ ബോയ് ഫ്രണ്ട് മോഡലിനെ കംഫർട്ട് ചെയ്യുമല്ലേ വേണ്ടേ? എന്നാൽ അതിന് പകരം ആ ആർട്ടിക്കിൾ സത്യമാണോ എന്നാണ് അവളുടെ ബോയ് ഫ്രണ്ട് വന്നപാടെ ചോദിക്കുന്നത് പോലും. നിനക്കെന്നെ വിശ്വാസമില്ലേ എന്ന അവളുടെ ചോദ്യത്തിന് സത്യം പറയാലോ എനിക്ക് നിന്നെ വിശ്വാസമില്ല. ഞാൻ എപ്പോ കോൾ ചെയ്താലും നീ ബിസി ആയിരിക്കും. ഒന്നുകിൽ നീ ഷൂട്ടിങ്ങിലായിരിക്കും, അല്ലെങ്കിൽ നീ വല്ല ക്ലബിലും ആയിരിക്കും, അതും അല്ലെങ്കിൽ വേറെ വല്ലവരും ആയിരിക്കും നിനക്ക് വേണ്ടി നിന്റെ ഫോൺ ആൻസർ ചെയ്യുന്നത്. കോൾ അറ്റൻഡ് ചെയ്തത് സ്റ്റാഫ്സ് ആണ്, അവർ ചുമ്മാ തമാശയ്ക്ക് ചെയ്തതാണ് എന്നൊക്കെയാണ് നീ ഇതിനു മുന്നേ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്ന ഈ ആർട്ടിക്കിൾ എല്ലാം കാണുമ്പോൾ നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം കള്ളമാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാണ് ബോയ് ഫ്രണ്ട് പറയുന്നത്. സംശയരോഗമുള്ളവന്മാർക്കൊന്നും ഇൻഡിപെൻഡന്റ് ആയ ഒരു പെണ്ണ് സെക്കൻഡ് ചാൻസ് കൊടുത്ത ചരിത്രമില്ല. സോ അവൾ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും നോക്കുന്നില്ല, അവന് ഗെറ്റ് ഔട്ട് അടിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ അവൻ ഇറങ്ങി പോവാത്തത് കൊണ്ട് തന്നെ ദേഷ്യത്തോടെ അവൾ അവന് നേരെ ഷൗട്ട് ചെയ്ത് പില്ലോ എടുത്ത് എറിയുന്നു. ഈ സൗണ്ട് കേട്ടാണ് നഴ്സും ജോങ്ങുവും റൂമിലേക്ക് വരുന്നത്. നീഡിൽ പൊട്ടിയിട്ടുണ്ട്, മോഡലിന്റെ കയ്യിൽ നിന്ന് ബ്ലഡ് വരുന്നുണ്ട്. ബോയ് ഫ്രണ്ടിനോട് പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞു ജോങ്ങു മോഡലിനെ ട്രീറ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. എന്നാൽ മോഡലാണെങ്കിൽ എഴുന്നേറ്റ് പോയി സ്മോക്ക് ചെയ്യാൻ നിൽക്കുവാണ്. സാധാരണ എല്ലാ ഡോക്ടേഴ്സിനെയും പോലെ തന്നെ ജോങ്ങു സ്മോക്ക് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. മോഡല് ഞാൻ സ്മോക്ക് ചെയ്യാതിരുന്നിട്ട് എന്ത് കാര്യമുള്ളേ, ട്രീറ്റ്മെന്റ് എടുത്തിട്ട് എന്ത് കാര്യമുള്ളേ, ഇനി ഒരിക്കലും എന്റെ ഫേസ് പഴയതുപോലെ ആവില്ല, എന്റെ സ്വപ്നവും പ്രണയവും എല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ടാണ് ഇല്ലാതായത്. അതിനേക്കാൾ ഉപരി ആളുകൾ എന്നെ വളരെ മോശമായിട്ടാണ് ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇത് തന്നെ കിട്ടണം എന്നാണ് എല്ലാവരും പറയുന്നത്. ഇനി ട്രീറ്റ്മെന്റ് എടുത്തിട്ട് ഒരു കാര്യവും ഇല്ല എന്ന് സങ്കടത്തോടെ പറയുന്നു. ജോങ്ങു വീണ്ടും അവളുടെ മുറിവ് ഡ്രസ് ചെയ്യാൻ നിൽക്കുവാണ്. എന്നാൽ മോഡൽ ആ ട്രേ എടുത്ത് വലിച്ചെറിഞ്ഞുകൊണ്ട് എനിക്ക് ഒരു ട്രീറ്റ്മെന്റും വേണ്ടാന്ന് പറഞ്ഞ് പൊട്ടിക്കരയുവാണ് ചെയ്യുന്നത്. നഴ്സ് ഓടി വന്ന് അവളെ കംഫർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ജോങ്ങു ആണെങ്കിൽ യാതൊരു ഇമോഷനും ഇല്ലാതെയാണ് അവളെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. ട്രീറ്റ്മെന്റ് എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് കരയുന്ന മോഡലിനോട് എന്നാ പിന്നെ ഒന്നും മാറാനും പോകുന്നില്ല എന്ന് കോൾഡായി പറഞ്ഞ് അവിടുന്ന് പോകുന്ന ജോങ്ങുവിനെ അങ്ങോട്ടേക്ക് വന്ന മിന്യോക്കും കണ്ടിട്ടുണ്ടായിരുന്നു. അവള് നേരെ അവന്റെ പുറകെ പോയി അതൊരു വിക്ടിം ആണെന്ന കാര്യം നീ മറന്നുപോയോ, അവര് മെന്റലി സ്റ്റേബിൾ ആയിരിക്കില്ല, അവരെ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ ഇമോഷൻസ് കാണിക്കണം എന്ന് പറയുന്നതും ജോങ്ങു ഇതൊരു പ്ലാസ്റ്റിക് സർജറി ക്ലിനിക് ആണെന്നുള്ള കാര്യം നീ മറന്നുപോയോ, ഇമോഷനോടുകൂടെ പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യണമെന്നാണെങ്കിൽ ആ പേഷ്യന്റിനെ കൊണ്ടുവരേണ്ടത് ഒരിക്കലും ഇങ്ങോട്ടേക്കല്ല, അതിന് വേറെയും ഹോസ്പിറ്റൽസ് ഒരുപാടുണ്ട് എന്നെല്ലാം ഐ ഡോണ്ട് കെയർ എന്ന രീതിയിൽ പറഞ്ഞ് അവൻ അവിടുന്ന് പോകുന്നു. അവൻ അവിടുന്ന് പോകുന്നത് നോക്കി മിന്യോക്ക് ഇവൻ വിക്ടിംസിന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കുന്ന ഒരാളാണെന്നാണല്ലോ ഞാൻ വിചാരിച്ചേ, പിന്നെയും എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നു. ഇത് കേട്ട് അങ്ങോട്ട് വരുന്ന ഊജിൻ ക്രൈം വിക്ടിംസിനെ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ട്രീറ്റ് ചെയ്യാൻ പോകുവാണെന്ന് പറഞ്ഞപ്പോഴേ ഇത് ഇങ്ങനെയൊക്കെ അവസാനിക്കുമെന്ന് എനിക്ക് തോന്നിയതായിരുന്നു എന്ന് പറയുന്നു. മിന്യോക്ക് അതിന്റെ റീസൺ ചോദിക്കുന്നു. ജോങ്ങുവിന് പേഷ്യൻസിനോട് ഇമോഷൻസ് കാണിക്കുന്നത് ഇഷ്ടമല്ല, അവനതിന് സാധിക്കില്ല എന്ന് പറയുന്നതായിരിക്കും ശരി, അതുകൊണ്ടാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും പ്ലാസ്റ്റിക് സർജറി ഡിപ്പാർട്ട്മെന്റിലേക്ക് അവൻ മാറിയത്. ഇവിടെ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമോഷൻസിന്റെ ആവശ്യമില്ലല്ലോ, പേഷ്യന്റ് മരിക്കോ ജീവിക്കോ എന്നും നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇന്ന് എന്തായാലും ഇങ്ങനെ സംഭവിക്കുന്ന എനിക്ക് ഉറപ്പായിരുന്നു എന്നും വൂജിൻ പറയുന്നു. വൂജിൻ നിർത്താൻ ഉദ്ദേശമില്ല, അവൻ ഇനിയും സ്റ്റോറി പറയാൻ നിൽക്കുവാണ്. എന്നാൽ മിന്യോക്കിന് ടൈം ഇല്ലാത്തത് കൊണ്ട് തന്നെ അവൾ അത് കാര്യമാക്കാതെ അവിടുന്ന് പോകുവാണ് ചെയ്യുന്നത്. ഇപ്പൊ അവള് സ്റ്റേഷനിലാണ് എന്തോ കാര്യമായിട്ട് ആലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുവാണ്. കങ്ങോ ഡിപ്രഷനും സന്തോഷകരവും അല്ലാത്ത കുടുംബജീവിതവും ഒക്കെ കാണിച്ചുകൊണ്ടാണ് അവരുടെ വക്കീൽ ജാമ്യത്തിന് അപ്പീൽ ചെയ്തിരിക്കുന്നത്. അതോ വക്കീൽ ഒരു പബ്ലിക് ഡിഫൻഡർ പോലും അല്ല, ഒരു സ്പെഷ്യലൈസ്ഡ് ക്രിമിനൽ ഫേമിൽ നിന്നാണ് വരുന്നത് എന്നെല്ലാം ആ മോഡലിനെ അറ്റാക്ക് ചെയ്ത ലേഡിയെ കുറിച്ച് പറയുന്നു. മിന്യോക്ക് ഞാൻ ആലോചിക്കുന്നത് അതല്ല, അവരുടെ ആറ്റിറ്റ്യൂഡ് മാറിയ രീതിയാണ്. വളരെ പെട്ടെന്നായിരുന്നു ഒരു മുറിവേറ്റ ഭാര്യ എന്ന നിലയിലേക്ക് അവരുടെ സ്ഥാനം ഷിഫ്റ്റ് ആയത്. എത്ര ചോദിച്ചിട്ടും ആൻസർ പറയാതിരുന്ന അവര് നമ്മളൊന്നും ചോദിക്കാതെ തന്നെ ഹസ്ബൻഡിന്റെ കാര്യം ഇങ്ങോട്ടേക്ക് പറഞ്ഞു. എനിക്കിതെന്തോ സ്ട്രെയിഞ്ച് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അവര് വിചാരിക്കുന്ന വഴിയിലൂടെ അവര് നമ്മളെ കൊണ്ടുപോകുന്നത് പോലെയുണ്ട് എന്ന് പറയുന്നു. അതായത് അവര് പറഞ്ഞ കാര്യങ്ങൾ കള്ളമാണെന്ന്. അങ്ങനെയാണെങ്കിൽ ഈ മോഡലിനെ അറ്റാക്ക് ചെയ്യാനുള്ള ശരിക്കുള്ള കാരണം എന്തായിരിക്കും എന്ന് കങ്ങോയും ചോദിക്കുന്നു. മിന്യോക്കൊന്ന് ആലോചിച്ച് കഴിഞ്ഞ വർഷവും ഇതുപോലെ ഒരു ആസിഡ് അറ്റാക്ക് നടന്നിട്ടുണ്ടായിരുന്നില്ലേ, പരാതി കൊടുത്തതിന്റെ ദേഷ്യത്തിൽ ഒരു റെസിഡന്റ് വർക്കറിന്റെ മുഖത്തേക്ക് ആസിഡ് ഒഴിച്ചത്, ആ ഫോട്ടോ എന്ന് എടുക്ക് എന്ന് പറയുന്നു. കങ്ങോ അതിപ്പോ എന്തിനാ എന്ന് ചോദിക്കുന്ന സമയത്ത് നിനക്ക് ശരിക്കുള്ള കാരണം അറിയണ്ടേ എന്നാണ് മിന്യോക്ക് അതിന് റിപ്ലൈ കൊടുക്കുന്നത്. നെക്സ്റ്റ് ആ ലേഡിയെയും കൂട്ടിക്കൊണ്ട് വക്കീൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും പുറത്തേക്ക് വരുവാണ്. ജോങ്വോയുടെ ഫ്രണ്ടാണ് ആ ലേഡിയുടെ വക്കീൽ. അവരെ കാണുന്നതും മിന്യോക്ക് ലേഡിയോട് നിങ്ങൾക്ക് ജാമ്യം കിട്ടിയല്ലേ, പക്ഷെ ഇതൊന്നും കഴിഞ്ഞു എന്ന് വിചാരിക്കരുത്, ഒന്നും കഴിഞ്ഞിട്ടില്ല, ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുവാണ് എന്ന് പറയുന്നു. ലേഡി സോറി പറയുന്നതും മിന്യോക്ക് എന്നോടല്ല സോറി പറയേണ്ടത്, വിക്ടിമിനോടാണ് പറയേണ്ടത്, ഒരു മോഡലിന്റെ ഫേസല്ലേ നിങ്ങൾ ഇതുപോലെ ആക്കി വെച്ചേക്കുന്നത് എന്ന് ചോദിച്ചൊരു ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നു. കഴിഞ്ഞ വർഷവും ഒരു ആസിഡ് അറ്റാക്ക് നടന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അതിലെ വിക്ടിമിന്റെ ഫോട്ടോയാണ് കേട്ടോ ഇത്. ലേഡി ആകെ ഷോക്കായി പോകുന്നുണ്ട്. വക്കീല് ഇതുപോലെ പ്രൊവോക്ക് ചെയ്യുന്ന കാര്യങ്ങളൊന്നും എന്റെ ക്ലയന്റിനോട് പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് ലേഡിയെയും വിളിച്ചുകൊണ്ട് പോകുന്നു. എന്നാൽ മിന്യോക്ക് നിർത്താൻ ഉദ്ദേശമില്ല, ഫോൺ എടുത്ത്
ആസിഡ് അറ്റാക്കിലെ വിക്ടിം എവിടെയാണെന്നാണോ ചോദിക്കുന്നത്? ആ KSH കോസ്മെറ്റിക് ക്ലിനിക്കില്ലേ, അവിടെയാണ് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ പോയി നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് മാരക അഭിനയം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുവാണ്. ആ ലേഡി കേൾക്കാൻ വേണ്ടിയിട്ടായിരുന്നു മിന്നോക്ക് ഇതെല്ലാം പറഞ്ഞത്. സംഗതി അഭിനയമാണെങ്കിലും ആ ലേഡി ഇതെല്ലാം വിശ്വസിച്ച മട്ടുണ്ട്. വക്കീല് ലേഡിയോട് ട്രയൽ കഴിയുന്നത് വരെ ഒന്നും ചെയ്യരുത്, പ്രത്യേകിച്ച് വിക്ടിമിന്റെ അടുത്തേക്ക് പോകാനേ പാടില്ല എന്നെല്ലാം ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നുണ്ട്. കൂടെ എങ്ങോട്ടേക്കാണോ പോവേണ്ടത് അവിടെ ഡ്രോപ്പ് ചെയ്യാമെന്നും പറയുന്നുണ്ട്. എന്നാൽ ലേഡി അത് നിരസിക്കുവാണ് ചെയ്യുന്നത്. ലേഡി പെട്ടെന്ന് തന്നെ ഒരു ടാക്സി വിളിച്ച് വീട്ടിലേക്ക് വരുന്നു. അവരെ ഫോളോ ചെയ്തുകൊണ്ട് കങ്ങോയും അവിടെയുണ്ട്. ഇപ്പൊ ഡ്യൂട്ടി കഴിഞ്ഞു ജോങ്ങോ വീട്ടിലേക്ക് പോകാൻ നിൽക്കുവാണ്. എന്നാൽ ആ സമയത്ത് ലിഫ്റ്റ് ഓപ്പൺ ആവുന്നു. അതിൽ ആ ലേഡിയാണ് കേട്ടോ ഉള്ളത്. അവിടെ ഇറങ്ങാതെ മുകളിലേക്ക് പോകുന്നത് ജോങ്ങോനും വിയേർഡ് ആയിട്ടാണ് തോന്നുന്നത്. സോ അവൻ ഫോളോ ചെയ്യുവാണ്. ലേഡിയുടെ അടുത്തേക്ക് അവൻ പോകാൻ നിൽക്കുന്നതും അവനെ ആരോ പിടിച്ചു വലിച്ചു മാറ്റുവാണ് ചെയ്യുന്നത്. ലേഡി പോകുന്നത് മോഡലിന്റെ അടുത്തേക്കാണ്. മോഡൽ കിടന്നുറങ്ങുവാണ്. അവർ ബാഗിൽ നിന്നും എന്തോ എടുക്കുന്നത് കാണുമ്പോൾ മോഡലിനെ കൊല്ലാൻ പോകുവാണ് എന്നൊക്കെ നമുക്ക് തോന്നും. എന്നാൽ അത് അങ്ങനെയല്ല. ബാഗിൽ നിന്ന് അവരെടുക്കുന്നത് ഫോണാണ്. മോഡലിന് ഒന്നും ചെയ്യുന്നില്ല, ഫോട്ടോ എടുത്ത് തിരിച്ചു പോകുവാണ് അവർ ചെയ്യുന്നത്. ഇവിടെ ജോങ്ങോനെ പിടിച്ചു മാറ്റിയിരുന്നത് മിന്നോക്കായിരുന്നു കേട്ടോ. നീ എന്തുവായി ചെയ്യുന്നേ എന്ന് ജോങ്ങോ ചോദിക്കുന്നു. ഇൻവെസ്റ്റിഗേഷന് ഹോസ്പിറ്റലിലുള്ളവർ സഹകരിക്കണം എന്ന കാര്യം നീ കേട്ടിട്ടില്ലേ? ഞങ്ങൾ ഇവിടെ ഒരു സസ്പെക്ടിനെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ് എന്ന് മിന്നോക്ക് പറയുമ്പോഴാണ് ആ ലേഡിയാണ് സസ്പെക്ട് എന്ന കാര്യം ജോങ്ങോന് മനസ്സിലാവുന്നത്. മിന്നോക്ക്, നീ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല, നിന്റെ പേഷ്യന്റ് സേഫ് ആണ്. പിന്നെ പേഷ്യന്റിന്റെ പകരം കിടക്കുന്നത് ഡിറ്റക്റ്റീവ് ആണ്. ഈ കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു. ഈ കാര്യങ്ങളെല്ലാം കേട്ട് ജോങ്ങോ ഇനി മേലാ ഹോസ്പിറ്റലിൽ ഇതുപോലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞ് പോകാൻ നിൽക്കുവാണ്. എന്നാ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേ, സസ്പെക്റ്റിനൊന്ന് ഫ്ലോറിൽ നിന്ന് ഇറങ്ങി പോകാനുള്ള ടൈമിംഗിൽ നീ കൊടുക്കുക എന്ന് മിന്നിയൊക്കെ പറയുന്നത് കാരണം ഇൻവെസ്റ്റിഗേഷന് സഹകരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു ജോങ്ങു നല്ല കുട്ടിയായി അവിടെ വെയിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. സസ്പെക്റ്റിന്റെ പുറകെ മിന്നിയൊക്കെ ഫോളോ ചെയ്തു പോയതിനു ശേഷമാണ് ജോങ്ങു അവിടുന്ന് തിരിച്ചു വരുന്നത്. ഈ സമയത്താണ് മോഡലിനെയും കൂട്ടിക്കൊണ്ട് ഡിറ്റക്റ്റീവ് അങ്ങോട്ടേക്ക് വരുന്നത്. അവർക്ക് കയറാൻ വേണ്ടി ജോങ്ങു ലിഫ്റ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നു. ലിഫ്റ്റിലേക്ക് കയറുന്നതും മോഡലാകെ തകർന്നിരുന്നു പോകുന്നതും ഡിറ്റക്റ്റീവ് അവളെ ആശ്വസിപ്പിക്കുന്നതും ലിഫ്റ്റ് ക്ലോസ് ആവുന്നതിന് മുന്നേ ജോങ്ങു കുറച്ച് സമയം നോക്കി നിൽക്കുന്നുണ്ട്. വീട്ടിലേക്ക് വരുന്ന വഴി ട്രാഫിക് ബ്ലോക്കിൽ പെട്ടുകിടക്കുന്ന സമയത്ത് അവിടെയുള്ള സ്ക്രീനിലായി ബ്യൂട്ടി കോൺടെസ്റ്റിന്റെ ആഡ് അവൻ കാണുന്നുണ്ട്. സ്വാഭാവികമായും അതിൽ മോഡലിന്റെ ഫേസ് ഉണ്ടാവുമല്ലോ. ഈ ആഡിൽ അവൾ എത്ര ഹാപ്പി ആണെന്നുള്ളതും ആസിഡ് അറ്റാക്ക് സംഭവിച്ചതിന് ശേഷം തന്റെ മുന്നിൽ വെച്ച് തന്നെ ഒരുപാട് തവണ കരഞ്ഞതും തകർന്നു പോയതും ഒക്കെ അവൻ ആലോചിക്കുവാണ്. പിന്നെ ഒന്നും നോക്കുന്നില്ല, നേരെ ഹോസ്പിറ്റലിലേക്ക് തിരിക്കുവാണ് ചെയ്യുന്നത്. ഇവിടെ മോഡൽ തന്റെ ഫോൺ നോക്കിക്കൊണ്ട് നിനക്ക് എങ്ങനെയുണ്ട്, നീ അവിടെ കംഫർട്ടബിൾ ആണോ എന്ന് ചോദിക്കുന്നു. അതൊരു ഫോട്ടോയാണ്. മോഡലിന്റെ കൂടെ തന്നെ വേറൊരു ഗേളും കൂടെയുണ്ട്. ആ ഫോട്ടോ നോക്കി കരയുവാണ് അവള്. ഇതേ സമയം ലേഡിയെ ഫോളോ ചെയ്ത് മിന്നോക്കും കങ്ങോയും പുറകെ പോകുന്നുണ്ട്. അവര് പോകുന്ന റൂട്ട് നോക്കി കങ്ങോ ഇത് നീ പറഞ്ഞ സ്ഥലത്തേക്ക് തന്നെയാണല്ലോ പോകുന്നത്, ഇനി ഈ കേസെങ്ങാൻ എന്ന് വിശ്വാസം വരാതെ മിന്നോക്കിനോട് ചോദിക്കുന്നു. ഇവിടെ ജോങ്ങോ ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ടുണ്ട്. നേരെ മോഡലിന്റെ റൂമിലേക്കാണ് വരുന്നത്. എന്നാൽ മോഡലിനെ അവിടെ കാണാനില്ല. ഡിറ്റക്റ്റീവിനോട് ചോദിക്കുന്ന സമയത്ത് അവർക്കും ഒന്നും അറിയാൻ പാടില്ല. ആക്ച്വലി മോഡൽ റൂഫ് ടോപ്പിലാണുള്ളത്. ഇത്രയും കാലം താൻ സ്വപ്നം കണ്ട ബ്യൂട്ടി കോൺടെസ്റ്റിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് കണ്ണടച്ച് നടക്കുവാണ് അവൾ ചെയ്യുന്നത്. മോഡലിനെയും തിരഞ്ഞുകൊണ്ട് നടക്കുന്ന ജോങ്ങു ആണെങ്കിൽ ഇപ്പൊ ലിഫ്റ്റ് കാണുന്നതും പെട്ടെന്ന് തന്നെ സ്റ്റെയർ കയറി റൂഫ് ടോപ്പിലേക്ക് ഓടുന്നു. മോഡൽ ഇപ്പോഴും പതിയെ നടന്നുകൊണ്ടിരിക്കുവാണ്. എന്നാൽ പെട്ടെന്ന് ബാലൻസ് തെറ്റി വീഴാൻ പോകുന്നു. ജോങ്ങു അവന്റെ മാക്സിമം സ്പീഡിൽ റൂഫ് ടോപ്പിലേക്ക് എത്താനും ശ്രമിക്കുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് മൂന്നാമത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.